നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ ഇഡി റെയ്ഡിനെ തുടർന്ന് CPM പ്രവർത്തകർ നടത്തിയ അക്രമങ്ങൾ പാർട്ടിയുടെ അധപതനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന കടുത്ത വിമർശനവുമായി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ജാവേദ് പർവേഷ് രംഗത്ത്. അന്ധരായ പാർട്ടി ഭക്തരെ താൽക്കാലികമായി ഉത്തേജിപ്പിക്കാൻ കൊള്ളാമെന്നല്ലാതെ കേന്ദ്ര ഏജൻസിക്കെതിരെ CPM തെരുവിലഴിച്ചുവിട്ട ഈ അക്രമവും പ്രതിഷേധവും പാർട്ടിക്ക് വൻ നഷ്ടക്കച്ചവടമായിരിക്കുമെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മുൻപ് രാഹുൽ ഗാന്ധിയെ പല കാര്യങ്ങളിലും കുറ്റം പറഞ്ഞിട്ടുള്ള പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന കാറ്റിലടിയുന്ന പൂമരങ്ങളായ പാർട്ടി നേതാക്കൾക്കോ ഇഡിയുടെ യഥാർത്ഥ ചുമതലക്കാരനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ ഒരക്ഷരം പോലും മിണ്ടാൻ ധൈര്യമില്ല. ഇഡിക്ക് നേരെ കേരളത്തിൽ ഇപ്പോൾ കണ്ടതിന് സമാനമായ ഒരു ആക്രമണം സമീപകാലത്ത് ഇന്ത്യയിലുണ്ടായത് പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിയിലാണ്. അന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ക്രിമിനൽ നേതാവായ ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ റെയ്ഡിന് ചെന്ന ഇഡി ഉദ്യോഗസ്ഥരെയാണ് TMC ഗുണ്ടകൾ ആക്രമിച്ചത്. ആ കേസിന്റെ ഇന്നത്തെ അവസ്ഥയും അതിന്റെ തുടർച്ചയും നോക്കിയാൽ ഈ ആക്രമത്തിന്റെ ഗൗരവം സഖാക്കൾക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തൈക്കണ്ടി ഫാമിലിയെ, അതായത് പിണറായി വിജയന്റെ കുടുംബത്തെ ന്യായീകരിക്കാനാണ് ഇനിയും ഭാവമെങ്കിൽ CPMന് കാത്തിരിക്കുന്നത് കടുത്ത അധോഗതിയായിരിക്കും. പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും അനുയോജ്യമായ ഒരു പൊളിറ്റിക്കൽ ഇമാജിനേഷൻ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ വെറും ഗുണ്ടാപ്പടയും വാടി വീഴുന്ന പൂമരങ്ങളുമായി അധപ്പതിക്കും. അതിന് കഴിയില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ തല്ലിപ്പൊളിച്ച് ശിഷ്ടകാലം ജീവിക്കാമെന്നല്ലാതെ ഭാവി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് വർഗീയത പറഞ്ഞ് ഈ നാടിനെ ഇനിയും വിഭജിക്കരുത് എന്ന് ജാവേദ് പർവേഷ് തന്റെ പോസ്റ്റിലൂടെ CPM നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു. ജാവേദ് പർവേഷിന്റെ പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: അന്ധരായ ഭക്തരെ ഉത്തേജിപ്പിക്കാൻ കൊള്ളാമെന്നല്ലാതെ ഇഡി റെയ്ഡിലെ പ്രതിഷേധം പാർട്ടിക്ക് നഷ്ടക്കച്ചവടമായിരിക്കും. രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞുവെങ്കിലും ഇഡിയുടെ ചുമതലക്കാരനായ അമിത്ഷായ്ക്കെതിരെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെയോ മിണ്ടാൻ വിജയനോ അല്ലെങ്കിൽ കാറ്റിൽ ഇളകിയാടുന്ന പൂമരങ്ങൾക്കോ ധൈര്യമുണ്ടാകില്ല. ലക്ഷങ്ങൾ മാസപ്പടി വാങ്ങിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന സഖാക്കൾ ഒരു ജോലിയില്ലാതെ ജ്യൂസ് കടയിൽ ജ്യൂസ് അടിച്ച് ജീവിച്ച് പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സൈബർ സഖാവിന്റെ ജീവിതം ഒന്നോർക്കണം. തല്ലുകൊള്ളുന്ന സഖാക്കളെല്ലാം ഇങ്ങനെ തന്നെയാണ്. നേതാക്കളുടെ പുത്രന്മാരാരും ജയിലിലും ആത്മഹത്യയിലും എത്തില്ല. ഇഡിയെ ആക്രമിച്ച കേസിൽ അവർ ഏറെ ബുദ്ധിമുട്ടും. സ്വതന്ത്ര സമരമാണ് എന്ന് പൂമരങ്ങൾ വിശദീകരിക്കും. ബുദ്ധിയുറക്കാത്ത കാലത്തോളം അതിൽ ആത്മസംതൃപ്തി നേടാം. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എഴുതിയ ശ്രദ്ധേയമായ മറ്റൊരു പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം. ദേശവ്യാപകമായി പ്രതിഷേധങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ട് പലതും തച്ചുടച്ച ഒരു ഇഡി റെയ്ഡിനെ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബം നേരിട്ടത് ലോകം നോക്കിക്കാണുകയായിരുന്നു. വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ പാർട്ടിയുടെ ഉന്നത സ്ഥാനീയരായ പലരും ഇന്നലെ സംസാരിച്ചതും പ്രവർത്തിച്ചതും വിവരക്കേടിന്റെ അങ്ങേയറ്റമാണ്. ഇന്ത്യയിൽ ഇതിനു മുൻപും റെയ്ഡ് നടന്നിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു ആക്രമണം ആദ്യമായിട്ടാണ്. റെയ്ഡ് എന്തിനു വേണ്ടിയായിരുന്നു എന്നത് ആരാധകരും പാർട്ടി പ്രവർത്തകരും ജന്മന അക്രമവാസന പൂണ്ടവരും ഒന്നും അറിയാതെ അണികളായവരും അറിയാതെ പോയതാണോ അതോ മനഃപൂർവ്വം സംഘർഷം തീർത്തതാണോ? CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ നടപടിയിലേക്ക് പോകുന്നു എന്ന വാർത്തകളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി നടത്തിയ വൻ റെയ്ഡുകൾക്ക് പിന്നാലെ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചു. കേരളത്തിലും ബംഗളൂരുവിലുമുള്ള അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. 242 അക്കൗണ്ടുകളിലായി 18 കോടിയോളം രൂപയാണ് ഉണ്ടായിരുന്നത്. ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിച്ചു. ഇഡി പരിശോധനയിൽ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും വീണയുടെ പേരിലുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ ഉൾപ്പെടെ രേഖകളും പിടിച്ചെടുത്തു. റെയ്ഡിനിടെ തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ബാങ്ക് നിക്ഷേപങ്ങളുടെ രേഖകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇഡി ഈ നടപടിയിലേക്ക് കടന്നത്. കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്, കോഴിക്കോട്ടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മാതാപിതാക്കളുടെ വീട്, CMRL ഓഫീസുകൾ, എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ബാംഗ്ലൂരുവിലെ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇഡി സംഘം പരിശോധന നടത്തിയത്. അല്ലാതെ ഈ റെയ്ഡ് പിണറായി വിജയനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അണികൾ പറയുന്നത് പോലെ പിണറായി വിജയന് മൂത്രതടസ്സം നേരിട്ടിട്ടുമില്ല. ഏറെ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിന് എന്തിനു വേണ്ടിയാണ് അണികൾക്ക് കുരു പൊട്ടിയത് എന്നാണ്. കാരണം പിണറായി വിജയൻ ഒരിക്കലും ഇത് തനിക്കെതിരെയുള്ള റെയ്ഡാണ് എന്ന് പറഞ്ഞതുമില്ല. കാരണം മകളുടെ വഴിവിട്ട ബിസിനസ് ബന്ധങ്ങൾ അറിയാത്ത ആളല്ലല്ലോ പിണറായി വിജയൻ. നാശനഷ്ടങ്ങൾ നികത്തേണ്ടത് ആരാണോ സോഷ്യൽ മീഡിയ വഴിയും ഫേസ്ബുക്കിലൂടെയും കലാപാഹ്വാനം ചെയ്യുക വഴി ഈ ആക്രമണം അഴിച്ചുവിട്ടവരിൽ നിന്നുമാണ് നാശനഷ്ടങ്ങൾ ഈടാക്കേണ്ടത്.
സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതെ വല്ലവനും വേണ്ടി കൊല്ലാനും കൊള്ളയടിക്കാനും നിൽക്കുന്നവരിൽ നിന്ന്. എത്ര നഷ്ടങ്ങളുണ്ടായോ അതെല്ലാം നികത്തണം, ഈടാക്കണം. പാർട്ടിക്ക് വേണ്ടി കുത്താനും ചാകാനും തല്ലിപ്പൊട്ടിക്കാനും പോകുന്നവർ ഒന്നറിയുക, നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രം. നിങ്ങളുടെ വീട്ടിൽ പട്ടിണിയും, നിങ്ങളുടെ മക്കൾ അനാഥരും, നിങ്ങളുടെ ഭാര്യ പരിഹാസപാത്രവും, നിങ്ങളുടെ അമ്മ ദുഃഖിതയുമാകുന്നു. ഇനിയും ആലോചിക്കൂ, പാർട്ടി കൊടി പിടിച്ച് ഇമാതിരി വൃത്തികേടുകൾ കാട്ടിക്കൂട്ടണോ വേണ്ടയോ എന്ന്.